പലരും പറയുന്നുണ്ട് അത് കേരളത്തിലെ യഥാർത്ഥ ഹിന്ദു പാർട്ടി CPM ആണെന്നും ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് അവർക്കാണ് പോകുന്നതെന്നും. അവിടേക്കാണ് ഇവരുടെ ടാർഗറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഹിന്ദു വോട്ടുകൾ ഇളക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ ക്ഷീണം വരാൻ പോകുന്നത് ശരിയായ രീതിയിൽ പ്രതിരോധിച്ചില്ല എങ്കിൽ CPM-നായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ്. കാരണം BJPക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഹിന്ദു വോട്ടുള്ളത് കേരളത്തിൽ CPM-നാണ്, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഈഴവ വോട്ട് ധാരാളം അവരുടെ കൈകളിലുണ്ട്. അപ്പോൾ ആ വോട്ട് പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ വളരെ എളുപ്പമാണ്. വർഗീയതയൊക്കെ ഇളക്കി വിടുമ്പോൾ ഇത് വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം സർക്കാർ ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അത് BJP എത്ര ശക്തമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത് നോക്കുക. ഒന്ന് വഖഫ് ബോർഡ് നിയമനത്തിൻ്റെ കാര്യത്തിൽ, രണ്ടാമത്തേത് ഈ സ്കൂൾ സമയമാറ്റത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരവസ്ഥ ഉണ്ടായപ്പോൾ അത് 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 അവർക്ക് കീഴടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് BJP അത് പരമാവധി ഉപയോഗിക്കും. അതൊക്കെ ഉണ്ടാവുന്നത് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാത്ത ഹിന്ദുത്വ ബോധമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുള്ള വോട്ടിൻ്റെ രീതി പാറ്റേൺ അങ്ങ് മാറും. ഈ തരത്തിൽ കാരണം ഇത്തരം വർഗീയമായിട്ട് BJP ഇവിടെ പരമാവധി കാലൂന്നാൻ ശ്രമിക്കുമ്പോൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗവേഷണം നടത്തേണ്ട പ്രസ്ഥാനങ്ങളാണ് UDF ആണെങ്കിലും LDF ആണെങ്കിലും. ഒരു പക്ഷേ അവർ ചെയ്യുന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ അടുത്ത തവണ ഭരണം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അടുത്ത തവണ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെ വെട്ടി വീഴ്ത്തണം, ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പോയിന്റും കൂടി ഇടതുപക്ഷവും വലതുപക്ഷവും കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു, UDF-ഉം കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പരമ്പരാഗത അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി കൈവിടാതെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ യുവ വോട്ടർമാരെ ഒപ്പം നിർത്തുവാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് വികസിത കേരളം, ഡെവലപ്മെൻറ്റ്, കൂടുതൽ തൊഴിൽ, അത്തരത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്.